ഇറാൻ അമേരിക്കയെ മലർത്തിയടിച്ചോ? പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇതിനെ ചൊല്ലിയിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഫാക്ട് ചെക്ക് ഒന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് വൺ ഇത് തന്നെയാണ്, ഇറാൻ അമേരിക്കയെ തോൽപ്പിച്ചു എന്നുള്ളത്. ഇത് ശരിയാണോ? ശരിയാണ്. വേറൊന്നുമല്ല, 40 ദിവസമായിട്ട് അമേരിക്കയെ പോലെ മിലിറ്ററി വൈസ് വലിയൊരു ശക്തിയായിട്ടുള്ള ഒരു രാജ്യം യുദ്ധം ചെയ്തിട്ട് പോലും ഇറാനെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഇറാൻ്റെ വിക്ടറി തന്നെയാണ്. അവർ സർവൈവ് ചെയ്തു എന്നുള്ളത് ഇറാൻ്റെ വിക്ടറി തന്നെയാണ്. ബട്ട് അമേരിക്ക തോറ്റോ ചോദിച്ചാൽ അവരുടെ രാജ്യത്തിനെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. അവർക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. സോ അവരങ്ങോട്ട് തോറ്റു എന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് അമേരിക്കൻ മിലിറ്ററി സ്ട്രെങ്ത്തിൻ്റെ, അമേരിക്കയുടെ പൊള്ളയായിട്ടുള്ള വാദങ്ങളുടെ, മീൻസ് ലോകരാജ്യങ്ങളിലെ ഏറ്റവും വലിയ ശക്തിയാണ്, ഏറ്റവും കൂടുതൽ ആളുകളെ രാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ശക്തിയാണ്, അങ്ങനെയുള്ള വാദങ്ങളൊക്കെ പൊള്ളയാണ് എന്ന് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അമേരിക്കയുടെ സ്ട്രെങ്ത്ത് എത്രത്തോളം കുറവാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ എന്നുള്ള രാജ്യത്തിന് വലിയ രീതിയിലുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് പറയത്തക്ക വിക്ടറി ഒന്നും ഉണ്ടായിട്ടില്ല. ബട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിൽ, അവരുടെ പൊളിറ്റിക്സിനുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. മീൻസ് വാർ എക്സ്പെൻസ് പോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഡാമേജ് ഉണ്ടായതും ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നതും മിഡിൽ ഈസ്റ്റ് കൺട്രീസാണ്. കാരണം അവർ അറിയ പോലും ചെയ്യാത്തൊരു കേസിൻ്റെ പുറത്ത് അവർക്ക് ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങളിലും അവരുടെ രാജ്യങ്ങളുടെ സ്റ്റെബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. സോ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകളുടെ സെക്യൂരിറ്റി, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ, അവരുമായിട്ട് ബിസിനസ് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ മിഡിൽ ഈസ്റ്റിന് അത്തരത്തിലുള്ള പല കാര്യങ്ങളിലും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടതും ഏറ്റവും കൂടുതൽ ഇപ്പോൾ നാശം സംഭവിച്ചിരിക്കുന്നതും മിഡിൽ ഈസ്റ്റിനാണ്. സോ നെക്സ്റ്റ് കേസ്, അമേരിക്ക എന്നുള്ള രാജ്യത്തിൻ്റെ പവർ കുറയുകയാണെങ്കിൽ അതിനർത്ഥം എന്താണെന്നുള്ളത്, ഓഫ് കോഴ്സ് അമേരിക്കയുടെ മിലിറ്ററി സ്ട്രെങ്ത് കുറഞ്ഞു എന്നതിനർത്ഥം വേറെ ആരുടെയൊക്കെ മിലിറ്ററി സ്ട്രെങ്ത് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അത് വേറെ ആരുടെയല്ല, ചൈനയുടെയാണ്, പിന്നെ റഷ്യയുടെ. ഇപ്പോൾ പാകിസ്ഥാനെ മുന്നിൽ നിർത്തിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മീഡിയേഷനിൽ ചൈനീസ് റോൾ ഉണ്ട് എന്ന് തന്നെയാണ് വരുന്ന പ്രൈമറി റിപ്പോർട്ട്സ്. അത് ഒഫീഷ്യലി വന്നിട്ടുള്ള റിപ്പോർട്ട്സ് അല്ല. ബട്ട് പാകിസ്ഥാൻ ഈസ് ആൻ ആലി ഓഫ് ചൈന. അതേപോലെ തന്നെ അമേരിക്കയുമായിട്ട് അവർക്ക് റിലേഷൻ ഉണ്ട്. സോ പാകിസ്ഥാൻ്റെ സ്ട്രെങ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ആസ് എ മീഡിയേറ്റർ പാകിസ്ഥാൻ്റെ റോൾ എത്രത്തോളമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പാകിസ്ഥാൻ എന്നുള്ള ഒരു രാജ്യത്തിന് ഇറാൻ്റെ മുകളിലോ അമേരിക്കയുടെ മുകളിലോ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ ഉണ്ടാവില്ല. ദേ യൂസ്ഡ് ദം. ഓക്കെ, അമേരിക്ക യൂസ്ഡ് പാകിസ്ഥാൻ ടു മേക്ക് എ സീസ് ഫയർ. ബട്ട് പാകിസ്ഥാന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചൈനയിൽ നിന്നാണ്. സോ ചൈനക്കാരറിയാതെ അമേരിക്കയുടെ ഒരു ഇഷ്യൂവിൽ പാകിസ്ഥാൻ എന്തായാലും ഇടപെടില്ല. സോ ചൈനീസ് റോൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക വീക്ക് ആവുമ്പോൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നത് ചൈനയാണ്, അതിനൊപ്പം തന്നെ റഷ്യയും. പിന്നെ ഇന്ത്യക്ക് ഇതിലെന്താണ് റോള്? ഇത് പലരും പറയാതെ പോകുന്നൊരു ഫാക്റ്റാണ്. ഇന്ത്യക്ക് ഇതിൽ എന്ത് റോള്? ഇപ്പോൾ ഈ ലോകരാജ്യങ്ങൾ മൊത്തം ഈ ഒരു യുദ്ധത്തിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് പറഞ്ഞാൽ ആ രാജ്യങ്ങളെല്ലാം ബാധിക്കപ്പെടുന്നുണ്ട്. ഓരോ രാജ്യത്തുള്ള വിലക്കയറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ്, പെട്രോളിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളെയും ഇൻഡയറക്റ്റ്ലി അല്ല ഡയറക്റ്റ്ലി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇന്ത്യയിൽ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ എത്രയായിരുന്നു പെട്രോൾ പ്രൈസ് അതേ പെട്രോൾ പ്രൈസ് തന്നെയാണ് ഇപ്പോഴുള്ളത്. നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ബട്ട് ഇന്ത്യ ഗവൺമെൻറ് അത് സ്ട്രാറ്റജിക്കലി സോൾവ് ചെയ്തു. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇന്ത്യയുടെ കൂടെ ഒരു വിക്ടറിയാണ്. ഇന്ത്യ ഇതിൽ ഇൻവോൾവ് അല്ല. ബട്ട് കാണിക്കുന്നത് ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇന്ത്യക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യയുടേതായിട്ടുള്ള പൊസിഷൻ ഉണ്ട്. ലോകത്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇന്ത്യയുടെ സപ്ലൈ ചെയിനെ അത് ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നത് വലിയൊരു സ്ട്രാറ്റജിക് വിന്ന് തന്നെയായിരിക്കും. പിന്നെ പാകിസ്ഥാൻ്റെ റോള്, പാകിസ്ഥാൻ്റെ നേരത്തെ പറഞ്ഞല്ലോ, ചൈനീസിൻ്റെ ഒരു മീഡിയേറ്റർ, ചൈനീസ് സ്ട്രെങ്ത്ത് ഡയറക്റ്റ്ലി ഇതിൽ ഇൻവോൾവ് ആണെന്ന് കാണിക്കാതെ അവർ പാകിസ്ഥാനെ വെച്ച് മറച്ചിരിക്കുക, അത്രേ ഉള്ളൂ. പാകിസ്ഥാൻ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അതിലെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഓക്കെ, ബട്ട് പിന്നെ വേറൊരു കാര്യം കൂടി, ഇതിൽ വെറും 2 ആഴ്ചത്തെ സീസ് ഫയർ ആണ്. അത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് നമുക്ക് വാറ് നിന്നു എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. കാരണം ഇപ്പോഴും ഇസ്രായേൽ ചുറ്റുമുള്ള രാജ്യങ്ങളുമായിട്ട് ഷെല്ലാക്രമണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെബണനുമായിട്ടുള്ള സീസ് ഫയർ നിർത്തില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ശാശ്വതമായിട്ടുള്ള സമാധാനമാണെന്ന് നമുക്ക് പറയാനായിട്ടില്ല. ബട്ട് എന്നിരുന്നാലും സ്കോപ്പ് ഉണ്ട് യുദ്ധങ്ങളൊക്കെ അവസാനിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്കും പ്രത്യേകിക്കാം. സോ മിസ്ഇൻഫോർമേഷൻസ് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാതിരിക്കുക. വെരിഫൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്രോതസ്സുകളുണ്ട്, ഗൂഗിളുണ്ട്, ChatGPT പോലുള്ള, അതേപോലെ തന്നെ ഒരുപാട് AI ടൂൾസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് തരുന്നതാണ്. സോ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ വെറുതെ എന്തിനായി മിസ്ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യാൻ നിൽക്കുന്നത്? സോ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുക, അല്ലാത്ത മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഉപദേശിക്കാൻ വന്നതെന്നല്ല, എനിക്ക് തോന്നിയത് ഒരു നല്ലൊരു കാര്യമാണ് തോന്നിയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. വെറുതെ ആളുകളെ പേടിപ്പിച്ച് നമുക്ക് എന്ത് കിട്ടാനാ? സോ അതൊന്നും ചെയ്യാതിരിക്കുക. താങ്ക് യു.